എല്ലാം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ദെൻ ആക്ടിവിറ്റീസ് ആണ്. സ്കൂളുകളിൽ ഇതുവരെ നടന്ന എന്തെല്ലാം ആക്ടിവിറ്റീസിനെ 3ആയിട്ട് ഇവിടെ തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് ഓറിയന്റേഷൻ ആക്ടിവിറ്റീസ്, കമ്മ്യൂണിറ്റി പ്രവർത്തനങ്ങൾ, ക്യാമ്പസ് പ്രവർത്തനങ്ങൾ. ഓരോന്നിൻ്റെ സമയമൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഡീറ്റെയിലുകൾ. പിന്നെ എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്, ഇതൊക്കെ ഒന്ന് തുറന്നു നോക്കി അതിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. ഞങ്ങളെക്കാട്ടിലും കൂടുതൽ നിങ്ങൾക്ക് ഇത് പരിചിതമായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ മോട്ടോ ഉണ്ട് അതിൻ്റെ അകത്ത്. ദെൻ ഗാലറി ചിത്രങ്ങളൊക്കെ ധാരാളം അവിടെ കൊടുത്തിട്ടുണ്ട്. ഡീറ്റെയിലുകളെല്ലാം ഇവിടെ കാണാൻ പറ്റും. അതുപോലെ ഡൗൺലോഡ്സിൽ നിങ്ങളുടെ ബാക്കിയുള്ള നമ്മുടെ സർക്കുലറുകളും അതേപോലെ തന്നെ ബാക്കിയുള്ള ഡീറ്റെയിലുകളെല്ലാം ഇവിടെ ഡൗൺലോഡ്സിലുണ്ട്. ഹെൽപ്പ് ഫയലുകളുണ്ട്. ഇതിൻ്റെ അകത്ത് ഹെൽപ്പ് ഫയൽ തന്നിട്ടുള്ള ഒരെണ്ണം വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്ന്, നമ്മൾ 2 രീതിയിലാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. ഒന്ന്, നമ്മൾ ഈ ഒരു സോഫ്റ്റ്വെയറിലേക്ക് നമ്മൾ നേരിട്ട് കടക്കുന്നു. അതിൻ്റെ അകത്ത് നമ്മുടെ ഡീറ്റെയിലുകളെല്ലാം എൻ്റർ ചെയ്യുന്നു. കുട്ടികളുടെ ഡീറ്റെയിലുകൾ, നമ്മുടെ ക്യാമ്പ് ഡീറ്റെയിൽസുകൾ, പ്രവർത്തനങ്ങൾ, അതുപോലെ പ്രിൻസിപ്പൽ ലോഗിന്, മറ്റേ പ്രോഗ്രാം ഓഫീസർ ലോഗിൻ, ഇതെല്ലാം ഇവിടെയാണ് കിട്ടുന്നത്. പക്ഷേ ചിത്രങ്ങൾ മാത്രം അപ്ലോഡ് ചെയ്യുന്നത് നമ്മൾ മറ്റൊരു പ്ലാറ്റ്ഫോമിലാണ്. അത് സ്കൂൾ വിക്കി എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിലാണ്. ചിത്രങ്ങൾ നമ്മുടെ ഈ പ്രോഗ്രാമുമായിട്ട്, നിങ്ങൾ നടത്തിയ പ്രോഗ്രാമുകളുമായിട്ടുള്ള എല്ലാ ചിത്രങ്ങളും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് നേരിട്ട് ഈ പോർട്ടലിലല്ല, മറിച്ച് അത് ഒരു സ്കൂൾ വിക്കി എന്ന് പറയുന്ന മറ്റൊരു പോർട്ടലിലേക്കാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇതിപ്പം നമുക്ക് മാത്രമേ ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് മാത്രമേ ലോഗിൻ ചെയ്ത ആൾക്കാർക്ക് മാത്രമേ നിങ്ങളുടെ സ്കൂളിലുള്ള പ്രവർത്തനങ്ങളുടെ ഫോട്ടോസ് കാണാൻ പറ്റൂ. പക്ഷേ നമുക്കറിയാം അത് നമ്മുടെ സ്കൂളിൽ തന്നെ അല്ലെങ്കിൽ നമ്മളിൽ തന്നെ ഒരു ഒതുങ്ങി നിൽക്കേണ്ട കാര്യമല്ലാത്തതുകൊണ്ട് തന്നെ പൊതുജനത്തിനും കൂടെ അത് പ്രാപ്യമാക്കേണ്ടതുകൊണ്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ സ്കൂൾ വിക്കി എന്ന് പറയുന്ന ഒരു ജനറൽ പ്ലാറ്റ്ഫോമിലേക്ക് എവിടെ നിന്നും ആർക്കും കാണാൻ പറ്റുന്ന രീതിയിലേക്ക് ഇതിൻ്റെ ഫോട്ടോസും ഇതിൻ്റെ വിവരങ്ങളും എല്ലാം അപ്ലോഡ് ചെയ്യുന്ന മറ്റൊരു പോർട്ടലും കൂടെ ഇതിൻ്റെ കൂടെ യോജിപ്പിച്ചുകൊണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സ്കൂൾ വിക്കി നമുക്കറിയാം ഹൈസ്കൂളുകളിൽ ആക്റ്റീവായിട്ട് നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അതിൽ തന്നെയാണ് നമ്മുടെ NSSൻ്റെ പോർട്ടലിൻ്റെ ഭാഗമായിട്ട് വരുന്ന ചിത്രങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ അത് നമ്മൾ നാളെ മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. കാരണം വലിയൊരു സമയം നമുക്ക് വേണ്ടി വരുന്നുണ്ട്. 2-2.5 മണിക്കൂറോളം ഒരുമിച്ച് പോകുമ്പോൾ ചിലപ്പോൾ നെറ്റിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. തൽക്കാലം നമ്മളത് ഡിസ്കസ് ചെയ്യുന്നില്ല. എങ്ങനെയാണ് ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നത്, അതിൻ്റെ പ്രോസസ്സ് എന്താണെന്നത് നാളെ ഇതേ സമയത്ത് നമ്മൾ ഇതേ ലിങ്കിൽ കൂടെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇന്ന് നമ്മൾ ഈ ഒരു പോർട്ടലിൽ എങ്ങനെയാണ് കാര്യങ്ങൾ ആഡ് ചെയ്യാമെന്ന് മാത്രമാണ് നമ്മൾ വിശദമാക്കുന്നത്. ഇവിടെ എൻ്റെ വീഡിയോസ് ഉണ്ട്, പ്രോഗ്രാം ഓഫീസേഴ്സ് അറിയേണ്ടതെല്ലാം. അതോടൊപ്പം തന്നെ എന്ത് ചെയ്യുന്നു, സ്കൂൾ വിക്കിയിലേക്ക് എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യുന്നത് അതിൻ്റെ ഒരു ഹെൽപ്പ് ഫയലും കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് 2 ഹെൽപ്പ് ഫയലുകൾ ഇവിടെ ഉണ്ട്. അത് രണ്ടും ഒന്ന് വായിച്ചൊക്കെ നോക്കാം. അതുപോലെ കോണ്ടാക്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഇവിടുന്ന് തന്നെ ഡയറക്റ്റ് മെസ്സേജ് അയക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ സ്റ്റേറ്റ് ഓഫീസിൻ്റെ നമ്പറുകളും അതിൻ്റെ മെയിൽ ID ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് മെസ്സേജ് നിങ്ങളുടെ പേരും ഇമെയിൽ IDയും സബ്ജക്റ്റും അതുപോലെ മെസ്സേജും ഒക്കെ ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ഈ ഒരു അവരുടെ സ്റ്റേറ്റ് ഓഫീസിലേക്ക് അത് ആക്സസ് ചെയ്യാവുന്ന രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ദെൻ മൈ ഹോം എന്ന് പറയുന്ന അത്രയും ഓപ്ഷൻസ് ആണ്. നമ്മൾ ഇനി എന്താ ചെയ്യുന്നതെന്ന് ഇതിൻ്റെ അകത്തൊന്ന് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്തെല്ലാം ഫെസിലിറ്റീസ് ഉണ്ടെന്നാണ് നമ്മളിപ്പം നോക്കുന്നത്. ഇനി ഓക്കെ, എൻ്റെ ലോഗിൻ ഓപ്ഷൻ ഇവിടെ കാണും. ഞാൻ നേരത്തെ പറഞ്ഞു ഇതൊരു ഡെമോ സൈറ്റാണ്. ഈ സൈറ്റിലേക്ക് നിങ്ങൾ എൻ്റർ ചെയ്യുന്നതെല്ലാം ഏകദേശം ഒരു 9-9 തീയതി വരെ ഇതിൻ്റെ അകത്ത് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഇത് മുഴുവൻ ഡിലീറ്റ് ആവും. നിങ്ങൾക്കൊന്ന് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഡെമോ സൈറ്റ് മാത്രമാണിത്. അപ്പം നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇതിൻ്റെ അകത്ത് കയറി ചെയ്ത് പഠിക്കാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട്. അത് മുഴുവൻ എന്ത് ചെയ്യും, 2 ദിവസം കൊണ്ട് അത് മുഴുവൻ ഡിലീറ്റ് ആയി കളയും. പിന്നീടുള്ള ശരിക്കുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങാനാണ്. അപ്പോൾ ഡെമോ സൈറ്റിലേക്കാണ് ഞാനിപ്പം കയറുന്നത്. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ 2 കാര്യങ്ങളാണ്. ഒന്ന് സാധാ ലോഗിനാണ്, മറ്റേത് HSCAPൻ്റെ ലോഗിനാണ്. നിങ്ങളുടെ സ്കൂളിൽ നമ്മൾ യഥാർത്ഥത്തിൽ ചെയ്യുമ്പോൾ നമ്മൾ HSCAPൻ്റെ യൂസർ ID ക്രെഡൻഷ്യൽ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ലോഗിൻ ചെയ്യേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യണം, HSCAPൽ ക്ലിക്ക് ചെയ്യണം. പക്ഷെ ഇപ്പം നമ്മൾ ഡെമോ സൈറ്റിലായതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഞാൻ വെറുതെ സാധാരണ നമുക്ക് കിട്ടുന്ന ലോഗിൻ തന്നെയാണ് എൻ്റർ ചെയ്യുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. യഥാർത്ഥത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത് പ്രിൻസിപ്പൽ ലോഗിൻ എന്ന് പറഞ്ഞാൽ HSCAPൻ്റെ യൂസർ ID പാസ്വേഡ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ HSCAPൽ ക്ലിക്ക് ചെയ്തിട്ടാണ് ബാക്കി ഡീറ്റെയിലുകൾ ഇവിടെ താഴെ യൂസർ ID പാസ്വേഡും ക്യാപ്ചയൊക്കെ കൊടുക്കേണ്ടത്. ഞാനിപ്പം തൽക്കാലം ഡെമോ സൈറ്റ് ആയതുകൊണ്ട് ബാക്ക് അടിച്ചിട്ട് അവിടെ എന്ത് ചെയ്യുന്നു, ഒരു സ്കൂൾ കോഡ് കൊടുക്കുന്നു. ഇപ്പം 14
14 അങ്ങനെ ലോഗിൻ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഒരു OTP വരും. യഥാർത്ഥത്തിൽ ചെയ്യുമ്പം HSCAP യൂസർ ID പാസ്വേഡ് ഉപയോഗിച്ചിട്ട് പ്രിൻസിപ്പൽ ലോഗിനിലാണ് കയറേണ്ടത്. അന്നേരം എന്ത് ചെയ്യും? പ്രിൻസിപ്പൽ ലോഗിനിൽ ഇങ്ങനെ ഒരു OTP വരും പ്രിൻസിപ്പലിൻ്റെ മൊബൈൽ നമ്പറിലേക്ക്. അപ്പോൾ തൽക്കാലം ഞാൻ എന്ത് ചെയ്യുന്നു? എൻ്റെ ഈ സ്കൂൾ കോഡ് യൂസർ ID-യും 1234 പാസ്വേഡുമായിട്ട് ലോഗിൻ ചെയ്തപ്പോൾ ഒരു OTP വന്നിട്ടുണ്ട്. അത് 123456 ഡിഫോൾട്ടായിട്ട് നമുക്ക് വെറുതെ കൊടുക്കാം. അത് ഞാൻ കൊടുത്തിട്ട് എന്ത് ചെയ്യുന്നു? ഒന്ന് വെരിഫൈ ചെയ്യുന്നു. അപ്പോൾ ആ സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ ലോഗിനിലേക്കാണ് ഞാൻ, അഡ്മിൻ ലോഗിനിലേക്കാണ് ഞാൻ കയറിയത്. ഇത് കമ്പല്ലൂർ സ്കൂളിൻ്റെയാണ് ഇപ്പം കാണുന്നത്. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഈ ഒരു മുകളിലത്തെ പേരിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അവിടെ സൈൻ ഔട്ട് ഓപ്ഷൻ ഉണ്ട്, അതോടൊപ്പം തന്നെ പ്രൊഫൈൽ ഓപ്ഷൻ ഉണ്ട്. നമുക്ക് പ്രൊഫൈൽ ഒന്ന് നോക്കാം. പ്രിൻസിപ്പൽ ലോഗിൻ്റെ പ്രൊഫൈലുകൾ ഒന്ന് എഡിറ്റ് ചെയ്യേണ്ടതുണ്ട് ആദ്യം തന്നെ. അപ്പോൾ ഇവിടെ കമ്പല്ലൂരുണ്ട്, യൂസർ നെയിം 14002, ഇമെയിൽ ID ഉണ്ട്, ദെൻ റോള് സ്കൂള്, കോണ്ടാക്ട് നമ്പർ ഉണ്ട്. അതിൻ്റെ കൂടെ ചില കാര്യങ്ങളും കൂടെ നമ്മൾ ആദ്യം ആഡ് ചെയ്യേണ്ടി വരും. അവിടെ ബാക്കിയുള്ള യൂണിറ്റ് രജിസ്ട്രേഷൻ നമ്പർ, ഫിനാൻസ് ടൈപ്പ്, സ്കൂൾ നെയിം, സ്കൂൾ കോഡ്, ക്ലസ്റ്റർ, റവന്യൂ ഡിസ്ട്രിക്റ്റ്, പാർലമെന്ററി കോൺസ്റ്റിറ്റ്യുവൻസി കൊടുക്കണം. ഞാൻ കാസർഗോഡ് എടുക്കുന്നു. ദെൻ ലെജിസ്ലേറ്റീവ് കോൺസ്റ്റിറ്റ്യുവൻസി തൃക്കരിപ്പൂർ എടുത്തു, അല്ലെങ്കിൽ കാഞ്ഞങ്ങാടായിരിക്കും അല്ലേ അത്? ഓക്കെ, തൽക്കാലം വെറുതെ ഒരു ടെസ്റ്റ് ആയതുകൊണ്ട് അങ്ങനെ തൃക്കരിപ്പൂരാണ്. തൃക്കരിപ്പൂര അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. പ്രിൻസിപ്പളിൻ്റെ പേര് ഞാൻ ടെസ്റ്റ് എന്ന് തന്നെ വെറുതെ കൊടുക്കുന്ന മാത്രമേ ഉള്ളൂ. ദെൻ കോണ്ടാക്ട് നമ്പർ ജസ്റ്റ് കൊടുക്കുന്നതല്ല, മെയിൽ ID ഞാൻ കൊടുക്കുന്നു. ഇത്രയും ഡീറ്റെയിലുകൾ കൊടുക്കണം നമ്മൾ. അതായത് പാർലമെന്ററി കോൺസ്റ്റിറ്റ്യുവൻസി, ലെജിസ്ലേറ്റീവ് കോൺസ്റ്റിറ്റ്യുവൻസി, പ്രിൻസിപ്പളിൻ്റെ പേര്, പ്രിൻസിപ്പൽ കോൺടാക്ട് നമ്പർ, പ്രിൻസിപ്പൽ ഇമെയിൽ ID, ഇതെല്ലാം കൊടുത്തിട്ട് എന്ത് ചെയ്യുന്നു? നമ്മളൊന്ന് സേവ് ചെയ്യുന്നു. ആദ്യം ചെയ്യേണ്ട പ്രോസസ്സ് അതാണ്. അതായത് കയറേണ്ടത് പ്രിൻസിപ്പൽ ലോഗിനാണ്. യഥാർത്ഥത്തിൽ കയറുന്നത് നിങ്ങളുടെ HSCAP യൂസർ ID പാസ്വേഡ് ഉപയോഗിച്ച് കയറി കഴിയുമ്പം പ്രിൻസിപ്പൽ ലോഗിൻ്റെ ഹോം പേജിലാണ് എത്തുന്നത്. ആ മുകളിലുള്ള പേര്, സ്കൂളിൻ്റെ പേരുള്ളത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് പ്രൊഫൈൽ കിട്ടും. ആ പ്രൊഫൈൽ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. എഡിറ്റ് ചെയ്ത് എന്ത് ചെയ്യാം? സേവ് ചെയ്യാൻ പറ്റും. ഇനി ചെയ്യേണ്ടത് എന്താണ്? നമുക്കിവിടുന്ന് ആദ്യം അതിൻ്റെ പ്രോഗ്രാം ഓഫീസർമാരുടെ യൂസർ ID ക്രിയേറ്റ് ചെയ്യുക, ക്രെഡൻഷ്യൽ ക്രിയേറ്റ് ചെയ്യുകയാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? ആദ്യം PO ലിസ്റ്റിൻ്റെ ലെഫ്റ്റ് സൈഡിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ PO ലിസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കിട്ടും. അതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പം ഒരു ബാലാമണി എന്ന് പറഞ്ഞ ഒരാളുണ്ട് ഇവിടെ. അത് ഇന്നാക്റ്റീവായിട്ടാണ് കിടക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ അത് കറക്റ്റ് ആണെങ്കിൽ ഇത് എന്ത് ചെയ്യാൻ? ആക്റ്റീവ് ആക്കാം. ഞാനിപ്പോൾ ഇന്നാക്റ്റീവായിട്ട് തന്നെ ഇടുകയാണ്. ഒരു ആഡ് പ്രോഗ്രാം ഓഫീസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. നമുക്ക് ഇതിപ്പോൾ ചേർത്തിട്ടുണ്ട്, ടീച്ചറുടെ നേരത്തെ ചേർത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇല്ലെങ്കിൽ ഒന്നും ബ്ലാങ്ക് ആയിരിക്കും ഇവിടെ ആഡ് പ്രോഗ്രാം ഓഫീസർ. അപ്പോൾ പ്രോഗ്രാം ഓഫീസറെ ആഡ് ചെയ്യാനുള്ള റൈറ്റ് പ്രിൻസിപ്പളിലാണ്. അതിൻ്റെ അകത്ത് സെലക്ട് യൂണിറ്റ്, ചിലടത്ത് 2 യൂണിറ്റ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ 1 യൂണിറ്റ് മാത്രമേ ഉള്ളൂ. ഒരു പെൻ നമ്പർ കൊടുത്തു, നെയിം കൊടുത്തു. ഞാൻ എൻ്റെ പേര് തന്നെ ഇപ്പം തൽക്കാലം കൊടുക്കാം. ദെൻ മൊബൈൽ നമ്പർ കൊടുത്തു. ഈ മൊബൈൽ നമ്പർ കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം, കാരണം അതാണ് നിങ്ങളുടെ യൂസർ ID ആയിട്ട് പിന്നീട് വരിക. അതായത് പ്രോഗ്രാം ഓഫീസറുടെ യൂസർ ID എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ ആയിരിക്കും. അപ്പോൾ അത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. അത് പിന്നീട് എഡിറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, ശ്രദ്ധിച്ച് തന്നെ കൊടുക്കുക. സൗണ്ട് 0. എൻ്റെ മൊബൈലിൻ്റെ കൊടുത്തു. ഞാൻ എൻ്റെ മെയിൽ ID കൂടെ കൊടുക്കുകയാണ്. അവിടെ ഒരു പ്രശ്നമുണ്ട്, ഞാൻ നേരത്തെ ഒന്ന് ടെസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ വേറൊരു നമ്പർ കൊടുക്കുകയാണ്.
അതേപോലെ തന്നെ ഇവിടെ ഡേറ്റ് ഓഫ് എൻറോൾമെന്റ് ഓഫ് PO ഇത് ഒന്ന് ശ്രദ്ധിക്കണം. കാരണം എൻറോൾമെന്റ് നമ്മൾ ഡേറ്റ് കൊടുക്കുമ്പോൾ നമുക്കറിയാം 3 വർഷത്തെ നമ്മുടെ ട്രാൻസ്ഫറുമായിട്ട് ബന്ധപ്പെട്ട ഒരു കണ്ടീഷൻ ഈ PO മാർക്ക് ഉള്ളതുകൊണ്ട് തന്നെ ഇത് കൃത്യമായിട്ട് കൊടുക്കാൻ ശ്രമിക്കുക. ഞാനിപ്പോൾ തൽക്കാലം ഇന്നത്തെ ഡേറ്റ് തന്നെ ഞാൻ കൊടുക്കുന്നു. ദെൻ പിന്നെ വരുന്നത് സെലക്ട് പാർലമെന്റ് കോൺസ്റ്റിറ്റ്യുവൻസി, അതെല്ലാം നേരത്തെ കൊടുത്ത പോലെ നമ്മുടെ പ്രൊഫൈൽ മുഴുവൻ എന്ത് ചെയ്യണം, എൻ്റർ ചെയ്യണം. കാഞ്ഞങ്ങാട് കൊടുത്തു, അത്രയും ഡീറ്റെയിൽ ഞാൻ കൊടുത്തു. പിന്നെ വേണമെങ്കിൽ ഇവിടെ പ്രൊഫഷണൽ ഡീറ്റെയിൽസ് ഉണ്ട്, അതിപ്പം കൊടുക്കണം എന്നില്ല. നമ്മളിത് ആദ്യമുള്ള മെയിൻ മാൻഡേറ്ററി ആയിട്ടുള്ള ഫീൽഡുകൾ മാത്രം കംപ്ലീറ്റ് ചെയ്യുക. അതായത് HM ലോഗിൽ ഒരു ROയുടെ ക്രെഡൻഷ്യൽ നമ്മൾ PO ആഡ് ചെയ്യുകയാണ്. അപ്പോൾ പെൻ നമ്പർ നേരത്തെ ഓക്കെ. അത്യാവശ്യം വേണ്ട ഡീറ്റെയിൽ എല്ലാം കൊടുത്ത് ഞാൻ ഒന്ന് സേവ് ചെയ്യുകയാണ്. ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇവിടെ ഫില്ല് ചെയ്യാനുണ്ട്. എല്ലാ കോളങ്ങളും ഫില്ല് ചെയ്താൽ മാത്രമേ മുമ്പോട്ട് പോകുന്നുള്ളൂ. ഞാൻ ബാക്കിയും കൂടെ ഒന്ന് ഫില്ല് ചെയ്യാം. ഡെസിഗ്നേഷൻ കൊടുത്തു, HSST കൊടുത്തു, പിന്നെ ക്വാളിഫിക്കേഷൻ MSc കൊടുത്തു. ദെൻ അഡോപ്റ്റിംഗ് വില്ലേജ് എവിടെയാണ്, ചെറുപത്തൂര് വല്ലതും കൊടുക്കാം നമുക്ക്. ഫോട്ടോ നിർബന്ധമില്ല, വേണമെങ്കിൽ കൊടുക്കാമെന്നുള്ളൂ. കംപ്ലീറ്റ് ചെയ്തോ എന്നുള്ളത് നോ കൊടുത്തു. ബാങ്ക് ഡീറ്റെയിൽസ് ഉണ്ട് ഇവിടെ. SBI കൊടുത്തു, വിദ്യാനഗറോ. ഡീറ്റെയിൽ എല്ലാം കൊടുത്തു കഴിയുമ്പം ആർ യു ഷുവർ നമ്മൾ അത് സേവ് ചെയ്യുകയാണ്. അപ്പം എൻ്റെ എന്നെ ഒരു പ്രോഗ്രാം ഓഫീസറായിട്ട് ഇപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇവിടുന്ന് ആക്റ്റീവ് പ്രിൻസിപ്പൽ ലോഗിനിൽ നിന്ന് എന്ത് ചെയ്യാം, ഈ PO എന്ത് ചെയ്യണം, ആക്റ്റീവ് ആക്കണം. ഒരാളെ മാത്രമേ നമുക്ക് ആക്റ്റീവ് ആക്കാൻ പറ്റുള്ളൂ. അത് ആക്റ്റീവ് ആക്കി. മറ്റേ ആൾ ബാലാമണി എന്നുള്ളത് ഇപ്പോൾ ഇന്നാക്റ്റീവിലാണ് കിടക്കുന്നത്. അപ്പോൾ ഇത് അങ്ങോട്ട് കൊണ്ട് നമുക്ക് പ്രിൻസിപ്പൽ ലോഗിനിൽ നിന്ന് തന്നെ ഇന്നാക്റ്റീവ് ആക്കാം. അതിനുശേഷം എന്ത് ചെയ്യുന്നു, നമ്മളിപ്പം 2 സ്റ്റെപ്പുകളാണ് ചെയ്ത്. ഒന്ന്, പ്രിൻസിപ്പൽ ലോഗിനിൽ കയറി HSCAPൻ്റെ യൂസർ ID പാസ്വേഡ് വെച്ച് പ്രിൻസിപ്പൽ ലോഗിൻ്റെ അകത്ത് കയറി അവിടെ പ്രൊഫൈൽ എഡിറ്റ് ചെയ്തു. അതിനുശേഷം ആഡ് പ്രോഗ്രാം ഓഫീസർ കൊടുത്തു, അവരുടെ ഡീറ്റെയിൽ എല്ലാം കൊടുത്തിട്ട് ആഡ് ചെയ്തു. ഇനിയുള്ള പ്രോസസ്സ് എന്ന് പറയുമ്പോൾ എവിടെയാണ് നടക്കുന്നത്, ഇനി POയുടെ പ്രോഗ്രാം ഓഫീസറുടെ ലോഗിനിലാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത്. അതിനുവേണ്ടി എന്ത് ചെയ്യും, നമ്മൾ ഇവിടുന്ന് ഞാനൊന്ന് ലോഗൗട്ട് ചെയ്യാണ്. വീണ്ടും ലോഗിൻ ചെയ്യുന്നു. പാസ്വേഡ് 1234 തന്നെയാണ്. തൽക്കാലം ഒരു ടെസ്റ്റ് പാസ്വേഡായിട്ടാണ് കൊടുക്കുന്നത്. നിങ്ങൾ ചെയ്യുമ്പോഴും എന്താണ്, നിങ്ങളുടെ മൊബൈൽ നമ്പർ കൃത്യമായിട്ട് കൊടുക്കുക, എന്നിട്ട് 1234 കൊടുക്കുക, ലോഗിൻ ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു OTP ചോദിക്കുന്നുണ്ട്. തൽക്കാലം 123456 ഒരു 6 അക്ക OTP കൊടുത്തിട്ട് വെരിഫൈ ചെയ്യാം. ഇപ്പം ഞാൻ POയുടെ ലോഗിനിലാണ് നിൽക്കുന്നത്. എൻ്റെ പേഴ്സണൽ ലോഗിനാണ്, അതായത് പ്രോഗ്രാം ഓഫീസറുടെ ലോഗിനിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ എന്ത് ചെയ്യുന്നു, വീണ്ടും കുറച്ച് കാര്യങ്ങളുടെ ആഡ് ചെയ്യുകയാണ്. നമ്മുടെ പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്.
അപ്പോൾ അവിടെ കൊടുത്ത കാര്യങ്ങളെല്ലാം ഇവിടെ വരുന്നുണ്ട്. ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അതുകൊണ്ട് കൊടുത്ത് കംപ്ലീറ്റ് ആക്കണം. ഏകദേശം കംപ്ലീറ്റ് ആണ്, നമ്മൾ അവിടെ നിന്ന് തന്നെ കൊടുത്തോണ്ട് ഇനിയൊന്നും ബാക്കിയില്ലെന്ന് തോന്നുന്നു. അതിനുശേഷം എന്ത് ചെയ്യുക, ഇവിടെ നമ്മൾ ഒരു അഫിഡവിറ്റ് ഉണ്ട് നമ്മൾ സൈൻ ചെയ്യേണ്ടത്. അതായത് വ്യൂ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്ന് പറഞ്ഞാൽ ഒരു അഫിഡവിറ്റ് ഇവിടെ കാണാൻ പറ്റും. ഈ അഫിഡവിറ്റ് എന്ത് ചെയ്യണം, നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ഞാൻ എന്ത് ചെയ്യുന്നു, അക്സെപ്റ്റ് അഫിഡവിറ്റ് കൊടുക്കുന്നു. അതിനുശേഷം മാത്രമേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സേവ് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ പ്രൊഫൈല് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. വീണ്ടും എന്ത് ചെയ്യണം, അതേ ലോഗിനിൽ നമ്മൾ ലോഗൗട്ട് ആകും, ഓട്ടോമാറ്റിക് ലോഗൗട്ട് ആകുന്നുണ്ട്. വീണ്ടും ലോഗിൻ ചെയ്യുക, ആ നമ്പർ ഉപയോഗിച്ച്. വീണ്ടും OTP വരുന്നുണ്ട്, ഞാൻ വെരിഫൈ ചെയ്തു. അപ്പോഴെന്ത് ചെയ്യും, പാസ്വേഡ് ചേഞ്ച് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ വരും. ഞാൻ തൽക്കാലം മാറ്റുന്നില്ല, സ്കിപ്പ് ചെയ്യുകയാണ്. നിങ്ങളിവിടെ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഒരു പാസ്വേഡ്, നേരത്തെ എൻ്റർ ഓൾഡ് പാസ്വേഡ്, ദെൻ എൻ്റർ ന്യൂ പാസ്വേഡ്, കൺഫേം പാസ്വേഡ് കൊടുത്തിട്ട് എന്ത് സേവ് ചെയ്യുക. ഞാൻ തൽക്കാലം സ്കിപ്പ് ചെയ്യുകയാണ്, മാറ്റുന്നില്ല ഞാൻ. അപ്പോൾ അതുപോലെ എൻ്റെ പ്രൊഫൈല് എല്ലാം കംപ്ലീറ്റ് ആയി. അപ്പോൾ 3 കാര്യങ്ങൾ നമ്മളിപ്പം പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, പ്രിൻസിപ്പൽ ലോഗിനിൽ HSCAPന്റെ ലോഗിൻ ഉപയോഗിച്ച് കയറുന്നു, പ്രൊഫൈൽ എഡിറ്റ് ചെയ്യുന്നു, POയെ ആഡ് ചെയ്യുന്നു. അതിനുശേഷം POയുടെ മൊബൈൽ നമ്പർ യൂസർ ID ആയിട്ട് എടുത്തുകൊണ്ട് പാസ്വേഡ് 1234 എടുത്തുകൊണ്ട് ലോഗിൻ ചെയ്യുന്നു, പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്യുന്നു, സേവ് ചെയ്യുന്നു, അഫിഡവിറ്റ് ക്ലിക്ക് ചെയ്യുന്നു, സേവ് ചെയ്യുന്നു. വീണ്ടും എന്ത് ചെയ്യുന്നു, ഒന്ന് ലോഗൗട്ട് ആവും. ലോഗൗട്ടായിട്ട് വീണ്ടും ലോഗിൻ ചെയ്യുമ്പം ഇതേ ക്രെഡൻഷ്യൽ ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുമ്പം പാസ്വേഡ് ചേഞ്ച് ചെയ്യാൻ വരും. അത് പുതിയ പാസ്വേഡ് കൊടുത്തിട്ട് സേവ് ചെയ്ത് കഴിയുമ്പം അത് നമ്മുടെ പ്രൊഫൈലിൽ എല്ലാം അപ്ഡേറ്റ് ആയി. ഇനി POയുടെ ലോഗിനിൽ നിന്നുകൊണ്ടാണ് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ആദ്യത്തെ എനിക്ക് വോളണ്ടിയേഴ്സിനെ ആഡ് ചെയ്യാൻ പറ്റും, കുട്ടികളെ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ വോളണ്ടിയർ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഒന്നുമില്ല, ഓൾ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ +1 ഉണ്ട്, +2 ഉണ്ട്, ഏത് വേണം നമുക്ക് സെലക്ട് ചെയ്യാം. ഞാൻ ഓൾ സ്റ്റുഡൻസിൻ്റെ അകത്ത് ന്യൂ എൻറോൾമെൻറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ എനിക്ക് എന്ത് ചെയ്യാം, കുട്ടികളുടെ ഡീറ്റെയിലുകൾ കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഡീറ്റെയിൽ കൊടുക്കുമ്പോൾ ഇവിടെ ഈ ആപ്ലിക്കേഷൻ നമ്പർ അടിക്കുമ്പം കറക്റ്റ് ആപ്ലിക്കേഷൻ നമ്പർ ആണെങ്കിൽ എന്ത് ചെയ്യും, കുട്ടിയുടെ ഡീറ്റെയിൽ ഓട്ടോമാറ്റിക്കായിട്ട് കടന്നു വന്നോളും, നിങ്ങളുടെ HSCAPൽ നിന്ന് കടന്നു കൊണ്ടുപോകും. ഇതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മാനുവലായിട്ട് എൻ്റർ ചെയ്യുകയും ചെയ്യാം. ഞാൻ തൽക്കാലം ഒരു കുട്ടിയെ ഒന്ന് ആഡ് ചെയ്യാം. നമുക്ക് 0101 ഒരു ഡേറ്റ് ഓഫ് ബർത്ത് ഞാൻ കൊടുത്തു, സെലക്ട് ക്ലാസ് +1 കൊടുത്തു, ആപ്ലിക്കേഷൻ നമ്പർ. നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ എത്രയാണ് സാറേ വരുന്നത്, എത്ര ഡിജിറ്റ്സാണ് വരിക സാധാരണ ഹയർ സെക്കൻഡറി? ഹലോ, 10 ഡിജിറ്റ് എത്ര? 10 ഡിജിറ്റ് വരും. 10 അല്ലേ? ഓക്കെ ഓക്കെ. 10 ഡിജിറ്റ്സ് വരെയും ഇവിടെ നമുക്ക് എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാൻ തൽക്കാലം ഒരു ആപ്ലിക്കേഷൻ നമ്പർ കൊടുത്തതാണ്. വോളണ്ടിയർ ID, അതുപോലെ തന്നെ ബാക്കിയുള്ള ഡീറ്റെയിൽ HSC, മൊബൈൽ നമ്പർ, നെയിം ഓഫ് ദ വോളണ്ടിയർ, ഞാൻ ടെസ്റ്റ് വോളണ്ടിയർ കൊടുക്കുന്നു, നെയിം കൊടുത്തു, ദെൻ സബ്ജക്റ്റ് സയൻസ് കൊടുത്തു, ഫോട്ടോ വേണമെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാം, ജെൻഡർ കൊടുത്തു, മെയിൽ കൊടുത്തു, സെലക്ട് ക്ലാസ് +1 കൊടുത്തു, അഡ്മിഷൻ നമ്പർ ഒരു നമ്പർ കൊടുത്തു. ഞാൻ മൊബൈൽ നമ്പർ കമ്പൽസറി അല്ല, കുട്ടികൾക്കുണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി. ഇമെയിൽ ID യും കമ്പൽസറി അല്ല. റെസിഡൻഷ്യൽ അഡ്രസ്സ് വേണമെങ്കിൽ കൊടുക്കാം, എന്തായാലും ഒരു അഡ്രസ്സ് കൊടുക്കാം. ദെൻ താഴോട്ട് കുറച്ച് ഫീൽഡുകൾ കൂടെ ഉണ്ട്. എന്താണ്, ഫാദേഴ്സ്, ഗാർഡിയൻ നെയിം, ഇതൊക്കെ കമ്പൽസറി ആണ്. ടെസ്റ്റ് ഗാർഡിയൻ കൊടുത്തു, ദെൻ ഫാദർ ഗാർഡിയൻ ഫോൺ നമ്പർ കൊടുത്തു, ദെൻ കമ്മ്യൂണിറ്റി ജനറൽ കൊടുത്തു, ബ്ലഡ് ഗ്രൂപ്പ്. അതിന് മാൻഡേറ്ററി ആയിട്ടുള്ള ഫീൽഡുകളെല്ലാം ഒന്ന് പൂരിപ്പിച്ചേക്കുക. ഹോബീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കുക, നമുക്ക് നിർബന്ധമൊന്നുമില്ല, ജസ്റ്റ് ഹോബി കൊടുത്തു. ദെൻ കൾച്ചറൽ
ഹോർട്ടിക്കൾച്ചർ, റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്, ഇതൊക്കെ മാൻഡേറ്ററി ആണ്. കാസർഗോഡ് കൊടുത്തു. ദെൻ ലെജിസ്ലേറ്റീവ് കോൺസ്റ്റിറ്റ്യൂട്ടറി നമ്മൾ കൊടുത്ത കാഞ്ഞങ്ങാട്, കരിപ്പൂർ അല്ലേ. ഓക്കെ. റവന്യൂ ഡിസ്ട്രിക്റ്റ് കണ്ണൂർ കാസർഗോഡ് കൊടുത്തു. ലോക്കൽ ബോഡി ഗ്രാമപഞ്ചായത്ത് കൊടുത്തു. സെലക്ട് ബോഡി ഒരു ഏതോന്ന് വെച്ചാൽ കയ്യൂർ ചീമേനി കൊടുത്തിട്ട് സേവ് ചെയ്യും. അപ്പോൾ വോളണ്ടിയറിനെ ആഡ് ചെയ്തു. ഇതെല്ലാ ഫീൽഡുകളൊന്നും പൂരിപ്പിക്കേണ്ട കാര്യമില്ല. നമുക്ക് അഡ്മിഷൻ നമ്പർ കറക്റ്റ് ആണെങ്കിൽ അവിടെ കൊടുത്തു കഴിഞ്ഞ് ടാബ് അടിച്ചു കഴിഞ്ഞാൽ ആ കുട്ടികളുടെ ഡീറ്റെയിൽസ് ഓട്ടോമാറ്റിക്കലി കയറി വന്നോളും. ഇനി അതല്ലെങ്കിൽ നമ്മൾ മാനുവലായിട്ട് എൻ്റർ ചെയ്യേണ്ടി വരും. ഇങ്ങനെ നമുക്ക് എത്ര വേണമെങ്കിലും കുട്ടികളെ നമുക്ക് എന്ത് ചെയ്യാം, ന്യൂ എൻറോൾമെൻറ്റ് നടത്താൻ പറ്റും. ഇനി കുട്ടിയെ സേവ് ചെയ്യേണ്ടത് ആരാണ്? ഈ കുട്ടിയെ കൺഫേം ചെയ്യേണ്ടത് പ്രിൻസിപ്പൽ ലോഗിനിലാണ്. അപ്പോൾ നമുക്ക് വീണ്ടും ഒന്നുകൂടെ പ്രിൻസിപ്പൽ ലോഗിനിലേക്ക് കയറേണ്ടതുണ്ട്. ഞാനിത് ഇപ്പോൾ ഒന്ന് സൈൻ ഔട്ട് ചെയ്തിട്ട് പ്രിൻസിപ്പൽ ലോഗിനിലേക്ക് കയറുകയാണ്. 14.0.0.2 പാസ്വേഡ് 1234. നേരത്തെ പ്രോസസ്സ് മുഴുവൻ അതേപോലെ ഉണ്ടാവും. എപ്പോഴും OTP വരുന്നുണ്ട്. അവിടെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ വോളണ്ടിയേഴ്സ് ലിസ്റ്റ് കാണാൻ പറ്റും. ഇപ്പം ഞാൻ ചേർത്ത കുട്ടി ഇവിടെ കാണാം. ഇത് പ്രിൻസിപ്പൽ ലോഗിനിലാണ് നിൽക്കുന്നത്, അഡ്മിൻ ലോഗിനിലാണ് ഉള്ള എല്ലാ കുട്ടികളെയും, എല്ലാ വോളണ്ടിയേഴ്സിനെയും നമ്മൾ എന്ത് ചെയ്യണം, കൺഫേം ചെയ്യണം. പ്രിൻസിപ്പൽ ലോഗിനിൽ നിന്ന് കൺഫേം ചെയ്യണം. ഞാൻ ഈ ഒരു കുട്ടിയേ ഉള്ളൂ, അതുകൊണ്ട് അതിനെ കൺഫേം ചെയ്യുകയാണ്. കൺഫേം ചെയ്യേണ്ടത് പ്രിൻസിപ്പൽ ലോഗിൻ മാത്രമേ ഉള്ളൂ. പ്രിൻസിപ്പൽ ലോഗിനിൽ നിന്ന് അത് കൺഫേം ചെയ്തു. ഈ കുട്ടിയെ കൺഫേം ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നമുക്ക് മറ്റ് ആക്ടിവിറ്റികളിലേക്ക് കുട്ടികളെ ആഡ് ചെയ്യാനോ അറ്റൻഡൻസ് കൊടുക്കാനോ അവർക്ക് സ്കോർ കൊടുക്കാനോ ഒക്കെ പറ്റുള്ളൂ. അപ്പം കുട്ടിയെ ചേർക്കുന്നത് പ്രോഗ്രാം ഓഫീസറുടെ ലോഗിനിലും പിന്നെ കൺഫേം ചെയ്യേണ്ടത് പ്രിൻസിപ്പൽ ലോഗിനിലുമാണ്. വീണ്ടും ഞാൻ പ്രോഗ്രാം ഓഫീസറുടെ ലോഗിനിലേക്ക് തന്നെ കയറുകയാണ്. പാസ്വേഡ് മാറ്റാത്തതുകൊണ്ട് തന്നെ ഉപയോഗിക്കാം. കുറേ നമ്പർ ഉണ്ട്, ഏതാ കൊടുത്തതെന്നുള്ളത് കൺഫ്യൂഷൻ. ഓക്കെ, ഇപ്പോൾ ഞാൻ പ്രോഗ്രാം ഓഫീസറുടെ ലോഗിനിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇവിടെ എനിക്ക് വോളണ്ടിയറിനെ കാണാൻ പറ്റും. അത് കൺഫേം ആയ വോളണ്ടിയറാണ്. ഇവിടുന്ന് നമുക്ക് എന്ത് ചെയ്യാം, കുട്ടിയുടെ കൺസെൻറ്റ് ലെറ്റർ, കുട്ടിക്കുള്ള കൺസെൻറ്റ് ലെറ്റർ, ഡൗൺലോഡ് എൻറോൾമെൻറ്റ് PDF, കൺസോളിഡേറ്റ് ആക്ടിവിറ്റി റിപ്പോർട്ട് എല്ലാം നമുക്ക് ജനറേറ്റ് ചെയ്തെടുക്കാനുള്ള ഓപ്ഷനും കൂടെ ഉണ്ട്. അപ്പം ഇങ്ങനെ വോളണ്ടിയേഴ്സിനെ മുഴുവൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ ആക്ടിവിറ്റീസിലേക്ക് പോകാൻ പറ്റും. ആക്ടിവിറ്റീസ് ഇവിടെ നിങ്ങളുടെ ഡിഫോൾട്ടായിട്ടുള്ള ആക്ടിവിറ്റീസ്, നമ്മുടെ ഭൂമി, സന്നദ്ധം, സത്യമേവ ജയതേ, വി ദ പീപ്പിൾ, അതെല്ലാം ഇവിടെ ഉണ്ട്. അതോടൊപ്പം തന്നെ എന്ത് ചെയ്യുന്നു, തനത് പ്രവർത്തനങ്ങൾ, നമ്മുടെ തനത് പ്രവർത്തനങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ വീണ്ടും ആഡ് ചെയ്യാനും പറ്റും. അപ്പം ഞാൻ ആദ്യം എന്ത് ചെയ്യുന്നു, ഇതിനകത്ത് എൻ്റെ ഭൂമി എന്ന് പറഞ്ഞൊരു ആക്ടിവിറ്റി ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ആക്ടിവിറ്റി ഡീറ്റെയിൽസിൻ്റെ ഈ റൈറ്റ് സൈഡിൽ ക്രിയേറ്റ് ഓപ്ഷൻ ഉണ്ട്.
ആക്ടിവിറ്റീസിൻ്റെ അകത്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ എൻ്റെ ഭൂമി എന്നതിൻ്റെ നേരെ തന്നെ ക്രിയേറ്റ് ആക്ടിവിറ്റി. ഇവിടെ ആ ആക്ടിവിറ്റിയുടെ ഡേറ്റുകളും ബാക്കിയുള്ള ഡീറ്റെയിലുകളും എല്ലാം കൊടുക്കുക. 25-26 അക്കാഡമിക് ഇയർ, നമ്മുടെ ഭൂമി, സെലക്ട് ഡേറ്റ്സ്, 2 ഡേറ്റ് ഞാൻ കൊടുക്കുകയാണ്, 5ഉം 6ഉം കൊടുക്കുക. 2 ഡേറ്റാണ് കൊടുത്തത്. ഇവിടെ എന്താണ് മാർക്ക് ഹോളിഡേ ഫോർ സെലക്റ്റഡ് ഡേറ്റ്. ഹോളിഡേ ആണെങ്കിൽ നമുക്കത് മാർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാനിപ്പം 5-ാം തീയതി സൺഡേ ആയതുകൊണ്ട് അവിടെ ഞാൻ സൺഡേ എന്ന് കൊടുക്കുന്നു. റീസൺ ഇവിടെ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ദെൻ അടുത്തത് നമുക്ക് ആഡ് RP ഉണ്ട്. RP നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. പേര് കൊടുക്കുക. ദെൻ ഡെസിഗ്നേഷൻ HST കൊടുത്തു. കോണ്ടാക്ട് നമ്പർ കൊടുത്തു. എന്തെങ്കിലും സ്പെസിഫിക് ഉണ്ടെങ്കിൽ അല്ലേ, ഡോക്ടറേറ്റ് ഇൻ എൻവയോൺമെൻറ്റ്, എന്തെങ്കിലും അറേ ഉണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. കോണ്ടാക്ട് ഡീറ്റെയിൽസ് അപ്പോൾ അങ്ങനെ നമുക്ക് റിസോഴ്സ് പേഴ്സൺസിനെ ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ അതിന് താഴെ വീണ്ടും ആഡ് RP ഉണ്ട്. അങ്ങനെ നമുക്ക് എത്ര വേണം ചെയ്യാം. എഡിറ്റ് ചെയ്യാൻ പറ്റും, ഡിലീറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ എന്താണ് പ്രോഗ്രാം എന്നുള്ള എന്തെങ്കിലും എന്താണ് ക്ലീനിങ് ഡേ എന്നോ എന്തെങ്കിലും ഒരു എന്താണ് പ്രോഗ്രാമിൻ്റെ പേരെന്ന് വെച്ചാൽ അതിൻ്റെ ഡിസ്ക്രിപ്ഷനൊക്കെ നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും. വേണമെങ്കിൽ അതിൻ്റെ റിപ്പോർട്ടുകൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ റിപ്പോർട്ട് നമുക്ക് എൻ്റർ ചെയ്യാൻ ഇവിടെ ബ്രൗസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് നമുക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് സേവ് ആക്ടിവിറ്റി കൊടുത്തു കഴിഞ്ഞാൽ ആ ആക്ടിവിറ്റി ക്രിയേറ്റ് ആയിക്കോളും. അപ്പം ഡേറ്റുകൾ കൊടുക്കുക. ഹോളിഡേ ഉണ്ടെങ്കിൽ ആ ഹോളിഡേ നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും. മറ്റേ ആരെങ്കിലും റിസോഴ്സ് പേഴ്സൺസ് ഉണ്ടെങ്കിൽ അവരെ ആഡ് ചെയ്യാൻ പറ്റും. ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ വീണ്ടും RP കൊടുക്കാൻ പറ്റും, ഡിസ്ക്രിപ്ഷൻ കൊടുക്കാൻ പറ്റും. ഫോട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഫോട്ടോ അല്ല PDF ഏതെങ്കിലും ഫയൽസ് ഉണ്ടെങ്കിൽ നമുക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റും. സേവ് ആക്ടിവിറ്റി കൊടുത്തു. അപ്പോൾ ഇവിടെ ആ ആക്ടിവിറ്റി നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് കൺഫേം ചെയ്യാം. കൺഫേം ചെയ്യുന്നതിൻ്റെ മുമ്പ് എന്ത് ചെയ്യണം, അവരുടെ അറ്റൻഡൻസ് നമ്മൾ കൊടുക്കണം. കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അറ്റൻഡൻസ് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ആദ്യം അറ്റൻഡൻസിൻ്റെ അകത്ത് ഒരു പ്ലസ് ചിഹ്നം ഉണ്ട്. അവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ 2 ഡേയ്സാണ് നമ്മൾ പറഞ്ഞ്, 5ഉം 6ഉം ആണ്. 5-ാം തീയതി നമ്മൾ സെലക്ട് ചെയ്തു. എത്ര മണിക്കൂർ, ഇപ്പം ടോട്ടൽ 2 hours ആണ് വരുന്നത്. ഞാൻ ഇതിന് 5-ാം തീയതി 1 hour ആകുമ്പോൾ ഞാൻ അതിൻ്റെ അറ്റൻഡൻസ് കൊടുത്തു. എന്നിട്ട് സേവ് അറ്റൻഡൻസ് കൊടുത്തു. ദെൻ 6-ാം തീയതി സെലക്ട് ചെയ്തു. ഇവിടുന്ന് 2 ഡേറ്റ് ഞാൻ സെലക്ട് ചെയ്യുന്നു. ഇവിടെയും 1 hour, ടോട്ടൽ 2 hour ആയതുകൊണ്ട് ഞാൻ ഇവിടെയും 1 hour കൊടുത്തു. അറ്റൻഡൻസ് മാർക്ക് ചെയ്തു. നിങ്ങൾക്ക് സെലക്ട് ഓൾ കൊടുത്തു കഴിഞ്ഞാൽ മുഴുവൻ കുട്ടികളുടെയും ഒരുമിച്ച് നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും. സേവ് അറ്റൻഡൻസ് കൊടുത്തു. ഓക്കെ. അപ്പോൾ ഇവിടുന്ന് ഡേറ്റ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഓരോ ഡേറ്റിനെ നമുക്കിവിടെ കാണാൻ പറ്റും. 5-ാം തീയതി 1 മണിക്കൂർ വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ 6-ാം തീയതിയും ഉണ്ട്. ഓക്കെ. അപ്പോൾ 2 hours കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞാൽ ആ കുട്ടി 2 hour കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെന്നോ. ഇനി തിരിച്ച് ആക്ടിവിറ്റീസിലേക്ക് തന്നെ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം അവിടെ നമ്മൾ അറ്റൻഡൻസ് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം അറ്റൻഡൻസ് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഫോട്ടോ ആഡ് ചെയ്യാം. നമ്മുടെ ഈ പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട ഫോട്ടോസ് നമുക്ക് ആഡ് ചെയ്യാം. അവിടെയാണ് വളരെ ശ്രദ്ധിക്കേണ്ടത്. ഫോട്ടോ ആഡ് ചെയ്യുന്ന ഇവിടെ അല്ല. ഈ പ്ലസ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പുതിയ വിൻഡോ ആണ് തുറന്നു വരിക. ഇവിടേക്ക് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റത്തില്ല. മറിച്ച് ഇവിടുന്ന് ഒരു ഇമേജ് നെയിം ജനറേറ്റ് ചെയ്താൽ പറ്റും. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രോഗ്രാമിൻ്റെ ഫോട്ടോസ് നമുക്കുണ്ട്, നമ്മുടെ കയ്യിലുണ്ട്, നമ്മുടെ കമ്പ്യൂട്ടറിൽ നമ്മൾ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഫോട്ടോ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മുടെ മൊബൈലിൽ നിന്ന് തന്നെ എടുക്കുക. വാട്സപ്പിലൂടെ ഷെയർ ചെയ്ത ഫോട്ടോ ആകരുത്, അല്ലെങ്കിൽ ഡോക്യുമെൻ്റ് ആയിട്ട് അയക്കുന്ന ഫോട്ടോസാണ്. വാട്സപ്പിലൂടെ ഷെയർ ചെയ്താൽ അതിൻ്റെ മെറ്റാഡാറ്റയൊക്കെ പോകും. അത് മെറ്റാഡാറ്റ എന്ന് പറഞ്ഞാൽ ഒരു ഫോട്ടോ എന്നെടുത്തു, ആരെടുത്തു എന്നുള്ള ഡീറ്റെയിൽ, ഏത് ഫോണിൽ നിന്ന് എടുത്തു എന്നുള്ള ഡാറ്റാസ് മുഴുവൻ ഉണ്ട്. അപ്പം വാട്സപ്പിലൂടെ ഷെയർ ചെയ്തതൊന്നും നമ്മൾ എന്തെങ്കിലും പ്രോത്സാഹിപ്പിക്കുന്നില്ല. വിക്കി, പ്രത്യേകിച്ചും സ്കൂൾ വിക്കിയിലേക്ക് അപ്ലോഡ് ചെയ്യുമ്പോൾ. അതുകൊണ്ട് തന്നെ അങ്ങനെ ഷെയർ ചെയ്യുകയാണെങ്കിൽ ഒന്നെങ്കിൽ മെയിലിൽ കൊടുക്കുക, അതല്ലെങ്കിൽ നമ്മൾ ഡോക്യുമെൻ്റ് ആയിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ ഷെയർ ചെയ്തിട്ട് നമ്മൾ നമ്മുടെ കമ്പ്യൂട്ടറിലുണ്ട്. പക്ഷെ അതിനൊരു പേര് കൊടുക്കുന്നത് ഇവിടെ നിന്നാണ് ആ പേര് ജനറേറ്റ് ചെയ്യേണ്ടത്. ആ ഫോട്ടോ റീനെയിം ചെയ്യാനുള്ള അത് നമുക്ക് ഇവിടെ നിന്നാണ് കിട്ടുക. ജനറേറ്റ് ഇമേജ് നെയിം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ. ഞാനതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ഇമേജ് നെയിം ഇവിടെ വന്നു. അതാണ് ഫോട്ടോസിൻ്റെ മുഴുവൻ കോമൺ നെയിമാണ് വരുന്നത്.
ഇങ്ങനെയാണ് അതിൻ്റെ ഫോർമാറ്റ്. NSS ക്യാപിറ്റൽ NSS ഈ 2025 / നിങ്ങളുടെ സ്കൂൾ കോഡ് 14002 / KGD കാസർഗോഡിൻ്റെ KGD/01.jpg. JPG ഫോർമാറ്റിലുള്ള ഫോട്ടോസ് മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. സ്ക്രീൻഷോട്ടുകളോ പത്രക്കട്ടിങ്ങുകളോ ഒന്നും പറ്റില്ല. നേരിട്ട് നമ്മുടെ എന്ത് ചെയ്യുക, ഫോട്ടോസ് JPG ഫോർമാറ്റിലാക്കി ഇത് റീനെയിം ചെയ്യണം. നമ്മുടെ അടുത്തൊരു ഫോട്ടോ നമ്മുടെ കമ്പ്യൂട്ടറിലുണ്ടെങ്കിൽ ഈ നെയിം ഉപയോഗിച്ചിട്ട്, അതായത് NSS 2025 / സ്കൂൾ കോഡ് /KGD/01.jpg എന്നത് ആ പേരാണ് എന്ത് ചെയ്യുക ഫോട്ടോയ്ക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഫോട്ടോ ഇത് കോപ്പി ചെയ്ത് വെക്കുക എവിടെയെങ്കിലും, എന്നിട്ട് എന്ത് ചെയ്യുക ഫോട്ടോയ്ക്ക് റീനെയിം ചെയ്യാം. ഒരു 4.9 MB വരെയുള്ള ഫോട്ടോസ് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 2 കാര്യം, ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ മുമ്പേ 2 കാര്യങ്ങൾ ഉറപ്പുവരുത്തണം. ഒന്ന്, റീനെയിം ചെയ്യണം ഈ പേര് ഉപയോഗിച്ച്. റീനെയിം ചെയ്യുന്നതിൻ്റെ മുമ്പേ എന്ത് ചെയ്യണം, നമ്മൾ ഇതിൻ്റെ സൈസ് കുറയ്ക്കണം. അതായത് 4.9 MB വരെയുള്ളത് മാത്രമേ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം സൈസ് കുറയ്ക്കുക, അതിനുശേഷം ഇത് എന്ത് ചെയ്യുക, റീനെയിം ചെയ്യുക. റീനെയിം ചെയ്ത് നമ്മുടെ കമ്പ്യൂട്ടർ സൂക്ഷിക്കുക. അതെങ്ങനെയാണ് അപ്ലോഡ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ നാളെ മാത്രമേ ചർച്ച ചെയ്യുന്നുള്ളൂ. ഇവിടെ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ സ്കൂൾ വിക്കി എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലേക്കാണ് ഇത് അപ്ലോഡ് ചെയ്യുന്നത്. സ്കൂൾ വിക്കിയിലേക്ക് അപ്ലോഡ് ചെയ്യുമ്പോൾ ആ ഫോട്ടോ ഇവിടെ വന്നോളും. നിങ്ങളുടെ ഇവിടെ കാണുന്ന ഈ ഒരു വിൻഡോയിൽ നമുക്ക് കാണാൻ പറ്റും. ഈ ഫോട്ടോസ് എന്നുള്ളത് അത് മുഴുവൻ കാണാൻ പറ്റും. അതൊക്കെ ഈ പോർട്ടലിലേക്ക് കൂടുതൽ ഫോട്ടോ വന്നു കഴിഞ്ഞാൽ ഇത് താങ്ങത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ വിക്കി പ്ലാറ്റ്ഫോം തന്നെയാണ് ഉപയോഗിക്കുന്നത്. വിക്കിയിലേക്കാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് അത് എന്ത് ചെയ്യുന്നു, കാണാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഫോട്ടോയുടെ കാര്യം ഒന്നുകൂടെ ശ്രദ്ധിക്കുക. ഫോട്ടോ നമ്മൾ ജനറേറ്റ്, ആ നെയിം ജനറേറ്റ് ചെയ്യുന്ന ഈ പ്ലസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഒന്നും കൂടെ വേണമെങ്കിൽ, ഇപ്പോൾ 3-4 ഫോട്ടോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ വേണ്ടി നമുക്ക് ജനറേറ്റ് ഇമേജ് നെയിം കൊടുക്കാം. അപ്പോൾ അടുത്ത വന്നു ഇതിൻ്റെ പേര് ശ്രദ്ധിച്ച് NSS 2025 14002/KGD/02 ആണ് വന്നത്. വീണ്ടും ഇമേജ് ഉണ്ടെങ്കിൽ അത് 03 വരും. അതാണ് അതിൻ്റെ ഒരു കോമൺ. ഈ ഫോർമാറ്റ് കൊടുത്താൽ മാത്രമേ, ഇത് കൃത്യമായിട്ട് ഇത് ടൈപ്പ് ചെയ്യാൻ ശ്രമിക്കരുത്, കാരണം മിക്കവാറും തെറ്റിപ്പോവും. സ്ലാഷും ഇതൊക്കെ മാറിപ്പോയാൽ ഫോട്ടോ എവിടെ വരില്ല, നമ്മുടെ NSS പോർട്ടലിലേക്ക് വരത്തില്ല. വിക്കിയിലുണ്ടാവും, പക്ഷേ ഇത് ഇവിടെ ദൃശ്യമാകില്ല. അപ്പോൾ ഇത് കോപ്പി ചെയ്ത് വെക്കുക, ഒരു ടെക്സ്റ്റ് എഡിറ്ററിലെല്ലാം കോപ്പി ചെയ്ത് വെക്കുക. എന്നിട്ട് ഒന്നാമത്തെ ഫോട്ടോയ്ക്ക് ഒന്നാമത്തെ നെയിം കൊടുക്കുക, രണ്ടാമത്തെ കൊടുക്കുക. അത് കഴിഞ്ഞിട്ടാണ് വിക്കിയിലേക്ക് അപ്ലോഡ് ചെയ്യേണ്ടത്. അത് നാളെ പറയാം. ഇവിടുന്ന് വേണമെങ്കിൽ ലോഗിൻ ടു സ്കൂൾ വിക്കിയിലേക്ക് നേരിട്ട് ഇവിടുന്ന് പോവാം. അല്ലെങ്കിൽ നമുക്ക് സ്കൂൾ വിക്കി ലോഗിൻ ചെയ്ത് അതിൻ്റെ അകത്ത് നേരിട്ട് എന്ത് ചെയ്യാം, അപ്ലോഡ് ചെയ്യാം. അല്ലെങ്കിൽ ലിങ്ക് ഇവിടെ തന്നെ ഉണ്ട് തന്നെ. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, അത് ശ്രദ്ധിക്കുക. അങ്ങനെ നമ്മൾ ഫോട്ടോസ് ആഡ് ചെയ്യുന്നു. വിക്കിയിൽ ആഡ് ചെയ്ത ഫോട്ടോ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. അറ്റൻഡൻസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് കൺഫേം ആക്കാൻ പറ്റും. ഫോട്ടോ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ആഡ് ചെയ്യാൻ പറ്റും. ഞാൻ കൺഫേം ആക്കി. ഇനി ഇത് കാണാൻ പറ്റും, ആക്ടിവിറ്റി ഡീറ്റെയിൽസ് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും എന്തെല്ലാമാണെന്നുള്ളത്. PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. നമ്മുടെ ഡീറ്റെയിൽ കൊടുത്ത കാര്യങ്ങൾ മുഴുവൻ നമുക്കിവിടെ കാണാൻ പറ്റും. ഫോട്ടോ വേണമെങ്കിൽ ഇനിയും നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് പ്ലസ് അടിച്ചിട്ട് ഇവിടെ ക്രിയേറ്റ് ജനറേറ്റ് ഇമേജ് നെയിം കൊടുക്കാൻ പറ്റും. എത്ര ഫോട്ടോസ് വേണമെങ്കിലും ആഡ് ചെയ്യാം. അധികം കൊടുക്കണ്ട, ഏറ്റവും നല്ല മനോഹരമായിട്ട് ഫോട്ടോസ് മാത്രമാണ് എടുക്കുന്നത്. ഫോട്ടോ എടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. നമുക്കറിയാം ഇതൊരു ഒരു പൊതു സഞ്ചയത്തിലേക്കാണ് പോകുന്നത്, ആർക്കും കാണാം അല്ലേ. നമ്മുടെ വിക്കിപീഡിയയുടെ അതേ സ്വഭാവം തന്നെയാണ്, എല്ലാവർക്കും വിസിബിളാണ്. അപ്പം കുട്ടികളുടെ ഫോട്ടോസ് പ്രത്യേകിച്ചും എടുക്കുമ്പം ശ്രദ്ധിക്കുക, നമുക്ക് പബ്ലിഷ് ചെയ്യാവുന്ന തരത്തിലുള്ള ഫോട്ടോസ് മാത്രമേ എന്ത് ചെയ്യാവുള്ളൂ, ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാൻ പാടുള്ളൂ. ടീച്ചേഴ്സിൻ്റെയും കുട്ടികളുടെയും ആണെങ്കിലും പ്രത്യേകിച്ചും സിംഗിൾ ഫോട്ടോസ് കഴിയുന്നത്ര ഒഴിവ്, ചിലപ്പോൾ ഒക്കെ വേണ്ടി വരും, ചില ആക്ടിവിറ്റീസ് ഒക്കെ നമുക്ക് കാണിക്കേണ്ടി വരും. എങ്കിലും സിംഗിൾ ഫോട്ടോസ് കഴിയുന്നത് ഒഴിവാക്കി ഗ്രൂപ്പ് ഫോട്ടോസ് ആണ് ഏറ്റവും നല്ലത്. ചിലപ്പോൾ കൊടുക്കുകയാണെങ്കിൽ തന്നെ നോക്കുക, വളരെ ശ്രദ്ധിച്ച് മാത്രമേ അപ്ലോഡ് ചെയ്യാവുള്ളൂ. കാരണം അത് എന്താണ്, ഒരു ക്രിയേറ്റീവ് കോമൺസ് ലൈസൻസോട് കൂടിയാണ് അപ്ലോഡ് ആകുന്നത്. എന്ന് പറഞ്ഞാൽ അത് ആർക്കും റീയൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്, ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഉള്ളത്. അതിന് കോപ്പിറൈറ്റ് ഇല്ലാത്തതാണ്, കോപ്പി ലെഫ്റ്റ് ആണ്. അപ്പൊ അക്കാര്യം കൂടെ ഒന്ന് ശ്രദ്ധിക്കുക ഫോട്ടോയുടെ കാര്യത്തിൽ. ഓക്കെ, ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ എല്ലാം നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ നമ്മൾ തനത് പ്രവർത്തനം ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് തന്നെ പ്ലസ് ചിഹ്നം ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ തനത് പ്രവർത്തനം ആക്ടിവിറ്റി നെയിം കൊടുക്കാൻ പറ്റും. കമ്പൈൻഡ് ആണോ അതോ +1 ആണോ എന്നുള്ളത്, എത്ര അവേഴ്സ് ഉണ്ട്,
അതിൻ്റെ ഫോട്ടോ PNG JPG ഫയലുകൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ സെലക്ട് ചെയ്യാൻ പറ്റും. ഇവിടുന്നും ബ്രൗസ് ചെയ്യുമ്പം എന്താ സംഭവിക്കുന്നത്, നമുക്ക് ഏത് വേണമെങ്കിലും അതിൻ്റെ അകത്തുനിന്ന് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ലോഗോ ഉണ്ടെങ്കിൽ, ഇവിടെ ഫോട്ടോ അല്ല വേണ്ടത്, ഇത് ലോഗോയാണ്. അണ്ടർ ഓറിയൻറ്റേഷൻ എന്നുള്ള ഇതിലാണ് വരുന്നത്. അപ്പം അവിടെ നമുക്ക് നെയിമും ബാക്കിയുള്ള ഡീറ്റെയിലും വേണമെങ്കിൽ ലോഗോ ഉണ്ടെങ്കിൽ കൊടുക്കാം. അങ്ങനെ സേവ് ചെയ്ത് കഴിയുമ്പം അവിടെ എന്ത് ചെയ്യും, ഒരു ആക്ടിവിറ്റി നമ്മുടെ തനത് പ്രവർത്തനം ഇവിടെ ക്രിയേറ്റ് ചെയ്യും. അവിടെയും ഈ പ്ലസ് ചിഹ്നം വരും. പ്ലസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, അറ്റൻഡൻസ് കൊടുക്കാൻ പറ്റും. അതേപോലെ തന്നെ ഫോട്ടോസ് ആഡ് ചെയ്യാൻ പറ്റും. നേരത്തെ ചെയ്ത അതേ പ്രവർത്തനം തന്നെയാണ് ഇവിടെ ഉണ്ട്. അടുത്ത് വരുന്നത് ക്യാമ്പുകളാണ്. ക്യാമ്പുകൾ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. ആഡ് ന്യൂ ക്യാമ്പ്, ഇതെല്ലാം ചെയ്യേണ്ടത് PO ആണ്. POയുടെ ലോഗിനിലാണുള്ള ഇവിടെ ആക്ടിവിറ്റി ഏത് ഉപദേശക സമിതി യോഗം അല്ലേ, അതായത് ഇതിൻ്റെ സ്വാഗത സംഘമൊക്കെ ചേർന്ന ഡേറ്റുകൾ നമുക്ക് ഇവിടുന്ന് ഡേറ്റ് എല്ലാം കൊടുക്കാം. എത്ര പേര് പങ്കെടുത്തു എന്നുള്ള ഡീറ്റെയിൽ കൊടുക്കാം. രക്ഷിതാക്കളുടെ യോഗത്തിൻ്റെ കാര്യങ്ങൾ, എല്ലാം ഇതേ ദിവസം തന്നെ ഒരു ആൾക്കാരുടെ എണ്ണം കൊടുത്തു. എവിടെയാണ് പ്ലേസ് ഓഫ് വെന്യൂ ഓഫ് ദ ക്യാമ്പ് അല്ലേ, നമ്മൾ വെന്യൂ ചെറുപ്പത്തൂർ കൊടുത്തു. ദെൻ പ്ലേസ് GHSS, സ്കൂളിൻ്റെ പേര്. ഇതൊന്നും നിങ്ങൾക്കറിയാമായിരിക്കും എങ്ങനെയാണ് കൊടുക്കേണ്ടത്. നമുക്കിത് ഈ നിങ്ങളുടെ പ്രവർത്തനങ്ങളുമായിട്ട് വലിയ ബന്ധമൊന്നും ഇല്ലാത്തത് നമ്മൾ തൽക്കാലം ടെസ്റ്റ് വെച്ചാൽ, വേണമെങ്കിൽ ഇവിടെ ലാറ്റിറ്റ്യൂഡും ലോങ്ങിറ്റ്യൂഡും കൊടുക്കാം. നമ്മുടെ മൊബൈലിലൊക്കെ ആ സ്ഥലത്തിൻ്റെ ലാറ്റിറ്റ്യൂഡും ലോങ്ങിറ്റ്യൂഡും വന്നാൽ ഒരു മാപ്പ് അവിടെ ക്രിയേറ്റ് ആയി വരും. അതുപോലെ ഡിസ്റ്റൻസ്, സ്കൂളിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് ഉണ്ട്, ആ ഡീറ്റെയിലുകളെല്ലാം നമുക്കവിടെ കൊടുക്കാൻ പറ്റും. ക്യാമ്പ് ഡേറ്റ്സ് അല്ലേ, ക്യാമ്പ് എത്ര ദിവസം, 10 ദിവസവും കണ്ടാന്നു അല്ലേ. അപ്പോൾ നമ്മൾ ഡേറ്റുകൾ കൊടുക്കുന്നു. ഇവിടെ എത്ര ദിവസം 7 ദിവസം, 1 2 3 4 5 6 7 ദിവസം കൊടുക്കുന്നു. ഓരോന്നും ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഡേറ്റുകൾ താഴെ വരും. എന്തൊക്കെയാണ് അതിൻ്റെ അകത്ത് ആക്ടിവിറ്റി വന്നിട്ടുള്ളത് അതെല്ലാം ഇവിടുന്ന് നമുക്ക് ടിക്ക് ചെയ്ത് പോയാൽ മതി. സ്റ്റഡി എൻവയോൺമെൻറ്റ്, ഹൗസ് സെൻസസ്, ദെൻ പുതിയ രോഗം സൃഷ്ടിക്കുന്നു, അതെല്ലാം വന്ന് വേണമെങ്കിൽ ഇവിടെ എന്ത് ചെയ്യാം, ഒരു റൂട്ട് കൊടുക്കാൻ പറ്റും. റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ള ആക്സസ് ചെയ്യാവുന്ന ഒരു റൂട്ടും കൂടെ കൊടുക്കുക. എന്നിട്ട് സേവ് ക്യാമ്പ് പ്രപ്പോസൽ, ട്രാവൽ റൂട്ട് അല്ലേ. അപ്പോൾ എന്താണ്, അതിൻ്റെ ഒരു റൂട്ടായിരിക്കും കൊടുക്കുന്നതല്ല, എങ്ങനെ എത്തിപ്പെടണം എന്നുള്ളതിനെ പറ്റി ഒരു ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ, ട്രാവൽ റൂട്ട് കൊടുത്തിട്ട് അത് സേവ് ചെയ്യും. ഓക്കെ, അപ്പം ആ ക്യാമ്പ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ എന്ത് ചെയ്യാം, നമുക്ക് വോളണ്ടിയേഴ്സിനെ ആഡ് ചെയ്യാൻ പറ്റും. ഇതൊന്നും ശ്രദ്ധിക്കുക. ഇപ്പം വന്ന നിങ്ങളുടെ സ്കൂളിലുള്ള കുട്ടികൾ ഏത് കുട്ടികളാണോ ഉള്ളത് അതെല്ലാം ഇവിടെ വന്നിട്ടുണ്ടാവും. ഇനി കുട്ടി ആബ്സെൻ്റ് ആണെങ്കിൽ ഈ ടിക്ക് മാർക്ക് നമുക്ക് ഒഴിവാക്കാം. എന്നിട്ട് ഇവിടെ എന്താണ് റീസൺ കൊടുക്കാം, ഫീവർന്ന് കൊടുത്തിട്ട് സേവ് ചെയ്യുക. ഒരു കുട്ടിയെ ഉള്ളതുകൊണ്ട് ഞാനത് ആബ്സെൻ്റ് ആക്കുന്നില്ല, അവർക്ക് അറ്റൻഡൻസ് കൊടുക്കുകയാണ്. അറ്റൻഡൻസ് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. അത് ഇല്ലെങ്കിൽ മാത്രം ഈ ടിക്ക് കളഞ്ഞിട്ട് എന്ത് ചെയ്യുക, ഇവിടെ ഒന്ന് സേവ് ആക്കുക. കുട്ടിയെ ആഡ് ചെയ്തു. അതേപോലെ തന്നെ അടുത്ത് നമുക്ക് പങ്കെടുക്കുന്ന ടീച്ചേഴ്സിനെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും, ആരൊക്കെയുണ്ടെന്നുള്ളത്. ഇവിടെ പെൻ നമ്പർ കൊടുത്തു, അതേപോലെ തന്നെ നെയിം കൊടുത്തു, അവരുടെ ഡീറ്റെയിൽ. ഇപ്പം ഇവരെ പെൻ നമ്പർ മസ്റ്റ് അല്ല, പെൻ നോട്ട് അവൈലബിൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. പുതിയ ഡെയിലി വേജ് ടീച്ചേഴ്സൊക്കെ ആണെങ്കിൽ പെൻ നോട്ട് അവൈലബിൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അവരുടെ പേരും അഡ്രസ്സും ഡെസിഗ്നേഷനും എല്ലാം കൊടുത്ത് സേവ് ചെയ്യുക. അപ്പം അങ്ങനെ ടീച്ചേഴ്സിനെ ആഡ് ചെയ്യുക. ഇമേജസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ചെയ്യേണ്ടത്. ഇവിടുന്ന് ഇമേജസ് ഞാൻ ക്ലിക്ക് ചെയ്യുമ്പം എന്താണ് സംഭവിക്കുന്നത്, ജനറേറ്റ് ഇമേജ് നെയിം വരുന്നുണ്ട്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നേരത്തെ കണ്ടതുപോലെ തന്നെ എന്താ ഇവിടെ ഒരു പുതിയ പേര് വന്നിട്ട് NSS 2025 KGD ക്യാമ്പ് 01 JPG, ക്യാമ്പിൻ്റെ ഫോട്ടോയാണ് അല്ലേ. ആ ഒരു പേര് റീനെയിം ചെയ്തിട്ട് ആണ് വിക്കിയിലേക്ക് അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ വന്നോളൂ. അതെല്ലാം ഒരേ പ്രോസസ്സ് തന്നെയാണ്. ഇമേജുകൾ നമ്മൾ റീനെയിം ചെയ്യുന്നതും അപ്ലോഡ് ചെയ്യുന്നതും എല്ലാം പ്രോസസ്സ് ഒന്ന് തന്നെയാണ്. എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ക്യാമ്പ് കൺഫേം ചെയ്യാൻ പറ്റും.
അപ്പം നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്ന് ക്രിയേറ്റ് ചെയ്യുന്നു, വോളണ്ടിയേഴ്സിനെ ആഡ് ചെയ്യുന്നു, ടീച്ചേഴ്സിനെ ആഡ് ചെയ്യുന്നു, ഇമേജസ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇത്രയും ഡീറ്റെയിലുകളാണ് ഇതിൻ്റെ അകത്ത് ക്യാമ്പുമായിട്ട് ബന്ധപ്പെട്ടത്. ഇനി ഇതിൻ്റെ ഒരു അക്കൗണ്ട്സ് ഉണ്ട്. അക്കൗണ്ട്സുമായിട്ട് ബന്ധപ്പെട്ട ഓപ്ഷൻസ് ഇപ്പം കൊടുത്തിട്ടില്ല. അത് നേരത്തെ VHSCയുടെ ട്രെയിനിങ്ങിലുണ്ടായിരുന്നു, പക്ഷേ നിങ്ങളുടെ ട്രെയിനിങ്ങിൽ അത് തൽക്കാലം എടുത്ത് മാറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഡാഷ്ബോർഡ്, വോളണ്ടിയേഴ്സ്, ആക്ടിവിറ്റീസ്, ക്യാമ്പേ ഉള്ളൂ. അപ്പോൾ ചിലപ്പം ഇനി ശരിക്കുള്ള ഇപ്പോൾ ടെസ്റ്റ് സൈറ്റ് ആയതുകൊണ്ടായിരിക്കും ഇങ്ങനെ വരുന്നത്. ഏതായാലും ഇതിൻ്റെ അകത്തൊന്ന് കയറി നോക്കുക. എല്ലാം സെൽഫ് എക്സ്പ്ലനറ്ററി ആണ്. ഒന്നും കൂടെ ആ ഒരു പ്രോസസ്സ് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഒന്ന്, ആദ്യം പ്രിൻസിപ്പൽ ലോഗിനിൽ കയറുന്നു. HSS ക്യാപ്പിൻ്റെ ക്രെഡൻഷ്യൽ ഉപയോഗിച്ചിട്ട് ലോഗിൻ ചെയ്ത് കയറുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, പ്രൊഫൈൽ എഡിറ്റ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. പ്രിൻസിപ്പളിൻ്റെ പ്രൊഫൈൽ എഡിറ്റ് കൊടുത്തു, മൊബൈൽ നമ്പർ ഒക്കെ കൊടുത്തു. കാരണം മൊബൈൽ നമ്പറിലേക്ക് OTP വരുന്നത്. ഇപ്പം നമ്മൾ 1 2 3 4 5 6 കൊടുത്തതേ ഉള്ളൂ. മൊബൈൽ നമ്പറിലേക്ക് ഒന്ന് OTP ഉപയോഗിച്ചായിരിക്കും ലോഗിൻ ചെയ്യേണ്ടതൊക്കെ. അപ്പം അത് കൃത്യമായിട്ട് കൊടുക്കുക. ബാക്കിയുള്ള ഡീറ്റെയിൽ എല്ലാം കംപ്ലീറ്റ് ചെയ്യുക. അതിനുശേഷം ചെയ്യേണ്ടത് എന്താണ്, പ്രിൻസിപ്പൽ ലോഗിൻ നിന്ന് കയറി നിന്നുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, PO പ്രോഗ്രാം ഓഫീസർമാരെ ആഡ് ചെയ്യുക. എന്നിട്ട് ആരാണോ ഉള്ളത് അവരെ ആക്റ്റീവ് ആക്കി മാറ്റുക. അവരുടെ ഡീറ്റെയിൽ എല്ലാം കൊടുക്കുക. ഡീറ്റെയിൽ എല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് ഒരു അഫിഡവിറ്റ് ഉണ്ട്, ആ ഡീറ്റെയിൽ കൊടുത്തു കഴിഞ്ഞ് എന്ത് ചെയ്യുന്നു, അതോടൊരു പ്രിൻസിപ്പളിൻ്റെ റോള് തീരുകയാണ്. പിന്നീട് അവരുടെ മൊബൈൽ നമ്പർ, യൂസർ ID-യും 1 2 3 4 പാസ്വേഡ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്തിട്ട് എന്ത് ചെയ്യുക, അവരുടെ പ്രൊഫൈലെല്ലാം അപ്ഡേറ്റ് ചെയ്യുക. അത് പ്രോഗ്രാം ഓഫീസറാണ് ചെയ്യേണ്ടത്. അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് ലോഗൗട്ട് ആവും. ലോഗൗട്ട് ആയി വീണ്ടും ലോഗിൻ ചെയ്യുമ്പോൾ പാസ്വേഡ് മാറ്റാൻ പറയും. പുതിയ പാസ്വേഡ് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒന്നുകൊണ്ട് ലോഗിൻ ചെയ്യും. അതിനുശേഷം എന്ത് ചെയ്യാം, വോളണ്ടിയേഴ്സിനെ ആഡ് ചെയ്യാൻ പറ്റും. ദെൻ ആക്ടിവിറ്റീസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ക്യാമ്പുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിന് അറ്റൻഡൻസ് കൊടുക്കാൻ പറ്റും. ഇമേജസിന് അതിൻ്റെ എന്താണോ കൊടുക്കുക, റീനെയിം ചെയ്യേണ്ട ആ നെയിം നമുക്ക് അവിടുന്ന് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും. ഇത്രയും ഒരു പ്രോസസ്സാണ് ഇതിൻ്റെ അകത്തുള്ള. വളരെ സിമ്പിളാണ്. ചെയ്തു നോക്കുമ്പം വളരെ വ്യക്തമായിരിക്കും. നിങ്ങൾ കൂടെ ചെയ്തിട്ടുണ്ടോ എന്ന് അറിയില്ല എനിക്ക്. ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഒന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഒരു 5 മിനിറ്റും കൂടെ. ഓക്കെ സാർ, വളരെ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് സാർ ഇപ്പം വിവരിച്ചിട്ടുണ്ട് കാര്യങ്ങൾ. ഇനി എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാനുള്ള ഒരു 5 മിനിറ്റ് ചോദിക്കാവുന്നതാണ്. ഇപ്പോൾ അതിനു മുമ്പ് എനിക്ക് കാര്യം പറയാനുള്ളത്, പിന്നെ നാളത്തെ സെഷന് മുൻപ് ഇന്ന് പോയി പ്രോഗ്രാം ഓഫീസർമാർ ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കിയാൽ സ്വാഭാവികമായിട്ട് സംശയങ്ങൾ ഉണ്ടാവും. അതൊന്ന് കുറിച്ച് വെച്ചാൽ ചിലപ്പോൾ നാളെ ചോദിക്കാമെന്ന്. അതായിരിക്കും കുറച്ച് നല്ലത് തോന്നുന്നു. എങ്കിലും ഇപ്പോൾ സംശയം ഉണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കാവുന്നതാണ്. ഓക്കെ സാർ. അതായത് ഇന്ന് എല്ലാവരും ഒന്ന് ട്രൈ ഔട്ട് ചെയ്തോ. കാരണം ഈ ഡാറ്റ നിങ്ങൾ എൻ്റർ ചെയ്യുന്ന ഡാറ്റ മുഴുവൻ എന്ത് ചെയ്യും, 9-ാം തീയതി ഡിലീറ്റ് ആയിക്കോളും. പിന്നെ ഫ്രഷ് ആയിട്ട് നമുക്ക് ഒന്ന് എൻ്റർ ചെയ്ത് വരേണ്ടി വരും. ഇപ്പം വേണമെങ്കിൽ ഡെമോ സൈറ്റിൽ ചെയ്ത് നോക്കിയാലും മതി. ഇനിയും ഒറിജിനൽ സൈറ്റിൽ നിങ്ങൾക്ക് ഉപയോഗിച്ച് കയറാൻ പറ്റുകയാണെങ്കിൽ അതിന് കുഴപ്പമൊന്നുമില്ല. HSS ക്യാപ്പിൻ്റെ യൂസർ ID പാസ്വേഡ് ഉപയോഗിച്ചിട്ട് കയറാനാണെങ്കിലും പ്രശ്നങ്ങളൊന്നുമില്ല. അതിൻ്റെ അകത്ത് എൻ്റർ ചെയ്താലും ആ ഡാറ്റയും എന്ത് ചെയ്യും, ഡിലീറ്റ് ചെയ്യും. റോജി മാഷ് ഒന്ന് ചോദിച്ചോട്ടെ? പറഞ്ഞു സാറേ. പ്രകാശനാണ്. പിന്നെ ഞാൻ എന്താണെന്നറിയോ, നമ്മൾ ആ ഫോട്ടോന്റെ ഒരു പ്രൈവസി എന്നുള്ള നിലയിൽ അത് ഉറപ്പാക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും നീക്കം നല്ലതാണ്. കാരണം നമ്മൾ ആ മനുഷ്യന്റെ ഭാഗത്തൊക്കെ കുട്ടികൾ ചില സാമൂഹികമായ പ്രശ്നങ്ങൾ